അത്ര വലിയ ടയറുള്ള ഈ എഞ്ചിന് ഈ ജാഥക്ക് കൊണ്ടോട്ടിയിലെ രണ്ടുമൂന്ന് കരിങ്കല്ല് താത്താൻ യാതൊരു അവർ കോൺഗ്രസുകാരാണെങ്കിൽ സാമ്പാറിൽ കൂടി അവർ നേടിയ സ്ഥാനങ്ങൾ രാജിവെച്ച് തെറ്റേറ്റു പറഞ്ഞ് കോൺഗ്രസിലേക്ക് അവർ മടങ്ങണം. കേരളയാത്രയുടെയും ജനരക്ഷായാത്രയുടെയും മലപ്പുറത്തെ ലക്ഷ്യം ഒന്നുമാത്രമായിരുന്നു: ശിഥിലമായ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യം പുനഃസ്ഥാപിക്കുക. യാത്രകൾക്ക് മുന്നോടിയായി നടത്തിയ മാരത്തൺ ചർച്ചകളുടെ തീരുമാനപ്രകാരമായിരുന്നു സ്വീകരണ പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. ലീഗ് യാത്രയിൽ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് യാത്രയിൽ ലീഗ് നേതാക്കളും സജീവമായി പങ്കെടുത്തു. അടുത്ത പടിയെന്ന നിലയ്ക്ക് 13-ന് UDF യോഗം ചേരും. നിയമസഭാ മണ്ഡല ഭാരവാഹികൾ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചാണ്. നഷ്ടപ്പെട്ടു പോയ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ 16 അസംബ്ലി മണ്ഡലങ്ങളും UDFന്റെ പരിധിയിൽ കൊണ്ടുവരും. തീരുമാനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുന്നതിനായി 27-ന് മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന UDF കൺവെൻഷനും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വണ്ടൂർ, കൊണ്ടോട്ടി, തിരൂരങ്ങാടി, തിരൂർ, താനൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിലാണ് ഇരു പാർട്ടികളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.